നമസ്തേ കൂട്ടുകാരെ. ഇന്ന് വൈകിട്ടേ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് നോക്കിയതാണ്. പക്ഷേ അന്നേരം നമ്മുടെ മിസ്റ്ററെ കാണാനില്ല. ഞാൻ നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും പറമ്പിൽ കാണും കേട്ടോ. നോക്കട്ടെ. ആ, ദേ നിൽക്കുന്നു. ഇവിടെ ഒരു നാരകമുണ്ട്, അതിൻ്റെ കീഴേ നിൽപ്പുണ്ട്. എന്ത് ചെയ്യുവാണോ? ഞാൻ കുറേ നേരമായി തപ്പുന്നു കേട്ടോ. ഇതെന്നാ കാണിക്കുവാ ഇവിടെ? ഇതിനിടയ്ക്ക് നാരങ്ങ പഴുത്ത ഈ കണ്ടോ, നല്ല വല പോലെയല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെ കൂടിക്കൂടി അതിനകത്ത് പഴുത്ത നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു, ആഴ വീഴാതെ. ഞാൻ കുറേ നേരമായി തപ്പുന്നു. ഇന്ന് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടേ എതിലേ പോയി. ഈ നാരകം കണ്ടോ, നമ്മുടെ 450 രൂപയാണ് നാരകം. മേടിച്ചിട്ട് ഇപ്പോൾ ഒരു ഇതിനും കഥയുണ്ടോ? 9 കൊല്ലം. ഇതിന്റെ കഥയുണ്ട്. ഇതിനൊന്നും വളമൊന്നും ഇടുന്നതല്ല. വളം ഇടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. എല്ലുപൊടി വേപ്പും പിണ്ണാക്കും മാത്രം. നമ്മളൊരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കും. ഒരു 2 കിലോ രണ്ടും കൂടെ ഓരോ കിലോ വെച്ച് ഇട്ട് കൊടുക്കും. ഇത് ഞങ്ങൾ വെച്ച് കഴിഞ്ഞത് വെട്ടിക്കളയാനൊക്കെ പ്ലാൻ ഇട്ടിരുന്നതായിരുന്നു. അത് നിറച്ച് ഇപ്പം പൂവൊക്കെ ഉണ്ട്, അത് കാണിച്ച്. ഇപ്പം പൂവുള്ള സമയമാണ്. ഇതിൻ്റെ ഇല തിങ്ങി നിൽക്കുമായിരുന്നു. അപ്പം ഞാനൊരു സംശയം കാരണം പൂവിടാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ വെട്ടിക്കളയാം, ഇത് ഇവർ കളിപ്പിച്ചാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെട്ടിക്കളയാനായിട്ടിരുന്നു. ഒരു 3 കൊല്ലം 4 കൊല്ലത്തോളം ഇത് കായ്ക്കാതെ നിന്നു. നല്ല തഴച്ച് വളർന്ന് ഇലയൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് സൂര്യപ്രകാശം കിട്ടിയില്ല ഈ ചെടിക്ക്. അകത്ത് ഈ തണ്ടയിലാണല്ലോ ഇതിൻ്റെ പൂവുണ്ടാകുന്നത്. ഞാൻ എന്നിട്ട് ഇടയ്ക്കുന്ന് കുറേ കമ്പ് വെട്ടിക്കളഞ്ഞപ്പം പുള്ളിക്കാർ പറഞ്ഞു അത് ഉണങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ഉണങ്ങിപ്പോയാൽ പോട്ടെ, കായോ കിട്ടുന്നില്ല. അങ്ങനെ കുറേ കമ്പുമൊക്കെ വെട്ടി ഒരു 5-8 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പതുക്കെ പൂവിടാൻ തുടങ്ങി. അപ്പം അതൊരു കാരണമായിരുന്നു. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ മറ്റു വീഡിയോ കണ്ടുള്ള അനുഭവമല്ല. ഇപ്പോൾ ഇതിൻ്റെ കമ്പലൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 കൊല്ലമായിട്ട് കായ്ക്കുന്നുണ്ട്. ഒരു 8 കൊല്ലത്തോളം ആയിട്ടുണ്ട് ഞങ്ങളിത് വാങ്ങിച്ചിട്ട്. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് മിച്ചമുണ്ട് ഞങ്ങൾക്ക് കൊടുക്കുക. ഇതുകൊണ്ട് ഇതിന് ഭയങ്കര തൊലിക്കട്ടിയാണ്. ഇതാണ് നമ്മുടെ ഓറഞ്ച് പോലെയൊക്കെ ഇരിക്കും, കാണാവോ? നല്ല തൊലിക്കട്ടി. ഇത് പിഴിഞ്ഞെടുക്കണതിലൊക്കെ പാടാം. പക്ഷേ ഇവിടെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങളിത് കൂട്ട് 3-4 പറിച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും നല്ല ടേസ്റ്റാന്ന് പറയും. നാരങ്ങ വരുന്നവർക്കൊക്കെ നമ്മൾ പറിച്ചു കൊടുത്ത് വിടാറുമുണ്ട്. പിന്നെ നമ്മൾ ഈ വർഷം വേനൊക്കെ നമ്മളൊരു 10 കിലോകൾ കൊടുക്കുകയും ചെയ്യും. 10 അല്ല കേട്ടോ, 10 കൂടുതൽ കൊടുത്തു. കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും ഞങ്ങൾ ആദ്യം ഓർത്ത് ഇത് നമ്മളെ കളിപ്പിച്ചതാണ്. പക്ഷെ അല്ല, കളിപ്പിച്ചല്ല. ഇതിലെ വണ്ടിയെ കൊണ്ടുവരുമല്ലോ നമ്മുടെ വീടുകളിൽ കൂടെയൊക്കെ. അങ്ങനെ കൊണ്ടുവന്നവരോട് മേടിച്ചതാണ്. കുഴപ്പമില്ല. നമ്മൾ വെട്ടിക്കളയാനിരുന്ന ഏതായാലും ഇപ്പം അത് നമുക്ക് ഗുണമായി. അത് വെട്ടിക്കളഞ്ഞാലും നമ്മൾ പോയേനെ. അപ്പം നാരകം ഒന്ന് പേടിച്ചല്ലേ? നാരകം പേടിച്ച് കാണും. ഇപ്പം ഈ കമ്പയിലൊക്കെ പൂവുണ്ട്, കണ്ടായിരുന്നോ? ഇല്ലേ, അങ്ങനെയല്ല പൂ കൂടുതൽ. ഈ ഇവിടെയൊക്കെ പൂവുണ്ട്, ഉണ്ടോ? ഇലയില്ല. ഇതെല്ലാം പൂവാണ് കേട്ടോ. ഞങ്ങൾക്ക് എത്തിയല്ല, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ്. ഈ ഇലയില്ല, കമ്പയില പൂ കൂടുതലുണ്ടാകുന്നത്. ഇല്ല, വേണ്ട നാരങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഞങ്ങളിത് പറിക്കുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് കൊടുക്കാൻ നേരത്തെ പറിക്കുള്ളൂ. അല്ലാതെയുള്ള സമയത്ത് പൊഴിഞ്ഞ് വീഴുമ്പം ചെറുതായിട്ട് പഴുപ്പ് കയറി കഴിയുമ്പോൾ ഇത് പൊഴിഞ്ഞു വീഴും. ഇപ്പം ഞങ്ങൾ എടുക്കും. കുഴപ്പമില്ല. അത് ഇപ്പം കുഞ്ഞ് നാരങ്ങയൊക്കെ ഇതാ നിൽപ്പുണ്ട്. ഇപ്പം ഇഷ്ടംപോലെ ഉണ്ട്. കുറേ പോകും കേട്ടോ, കുറേ പൂ പോകും. കണ്ടോ, ഒരു കൊലയിൽ 3-4 ഒക്കെ പിടിക്കും. ഗ്രാഫ്റ്റാണ്. എൻ്റെ ചുവട് കാണിക്കാം ഞാൻ. ഇത് നാടനാണ്. ഇതുപോലെ നമുക്ക് എകരമൊന്നും ചവിട്ടിന്ന് കുത്തുകയില്ല. ഇത് ഇനി ഇത് പടന്ന് കിടക്കും. ഇതിനകത്ത് കയറി പറിക്കാനൊക്കെ വലിയ പാടാണ്. ഇതുണ്ടോ, ഇത് കൊണ്ടായി നിൽക്കുന്നു. നമുക്ക് കാണാമായിരിക്കും. ഇതിലൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെയുള്ള കമ്പയിലൊക്കെ കേട്ടോ കൂടുതൽ നാരങ്ങ കായ്ക്കുന്നത്. ഇതുണ്ടോ, ഇത് ഇഷ്ടം പോലെ ഉണ്ട്. കാക്കുന്നതെന്ന് നോക്കാം. ഇത് പറിച്ച് നമ്മൾ തീർന്നതായത്. ഇത് പറിച്ചത് ഇപ്പം. പക്ഷേ ഇപ്പോഴും ഉണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നു. ഇതുണ്ടോ,
ഇത് അതിങ്ങനെ പഴുത്തിട്ട് ഈ കമ്പ് കൂടിക്കൂടി നിൽക്കുന്നതുകൊണ്ടേ അതേൽ ഉടക്കിയിരിക്കും, താഴെ വീഴുകയില്ല. വൈകുന്നേരങ്ങളിലാണ് ഞങ്ങളുടെ ഈ പറമ്പിലിറക്കം, അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ എടുക്കുന്നത്. നല്ലൊരു ഞങ്ങൾ ഇപ്പോൾ ഒരു 8 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് മേടിച്ചിട്ട്. അപ്പോൾ ഇതാണ് നാരകം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ വാങ്ങിച്ചിട്ട് കായ്ക്കുന്നില്ല എങ്കിൽ, ഞാൻ എൻ്റെ അനുഭവം കൊണ്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇതുപോലെ ഇല തിങ്ങി നിന്ന് നല്ല ഊറ്റമായിട്ട് വളർന്നു നിന്ന് കഴിഞ്ഞാൽ പൂ ഇടുകയില്ല. അതിനിടയ്ക്ക് ഇതിന് സൂര്യപ്രകാശം കിട്ടണം കമ്പേൽ. നമ്മുടെ ഇപ്പോൾ ഈ ശിഖരങ്ങളിലൊക്കെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടിയാൽ ഇത് പൂ ഇടുകയുള്ളൂ. എന്നാലും ഒരു 4 കൊല്ലം നോക്കിയിരുന്നു. ഇച്ചിരി അവർ പറഞ്ഞു പിറ്റേ വർഷം തൊട്ട് കായ, അവർ കൊണ്ടുവന്നപ്പോൾ കായൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പൊഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് നമ്മൾ മണ്ണിനകത്ത് നട്ട് കഴിഞ്ഞപ്പോൾ നല്ല ആർത്ത് കയറി വന്നു. 3 കൊല്ലം 4 കൊല്ലത്തോളം ഞങ്ങൾ നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് ഇടയ്ക്കുന്നുള്ള കുറേ ചില്ലകൾ ഞങ്ങൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് ഒരു 5-8 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൂവിടാൻ തുടങ്ങി. അത് പിന്നെ ഇതുവരെ എല്ലാ സീസണും ഇങ്ങനെ പ്രത്യേക സീസണൊന്നുമില്ല, മിക്കവാറും ഞങ്ങൾക്ക് കിട്ടും. അത് പഴുപ്പ് കയറുക, അത് പഴുത്തിരിക്കുന്നതാണ് തൊട്ടാങ്ങി പോയി. അത് മേത്ത് മുഴുവൻ കൊള്ളു, ഇതിനെ ഇടയ്ക്ക് കയറി പറിക്കാൻ പാടാണ്. അത് പഴുത്തില്ല. അതാ കാണിച്ച് തീർന്നതാണേ. ഇതുണ്ടോ, നല്ല വലിപ്പമുണ്ട്. അപ്പം നാരകമൊക്കെ ആരെങ്കിലും ഇതുപോലെ മേടിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതി ചെയ്ത് നോക്കുക കേട്ടോ. ശരിക്കും അതിൻ്റെ അനുഭവം നമുക്ക് കിട്ടും. നമ്മൾ വെട്ടിക്കളയണ്ട. എൻ്റെ അനുഭവമാണ്, ഞാൻ വെട്ടിക്കളഞ്ഞില്ല ഇത്രയും നാളായി. ഈ ചെറിയ വീഡിയോ നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. നമ്മളും നമ്മുടെ നാരകും എന്ന ഈ വീഡിയോ